ചിരിപ്പിക്കുക എന്ന ദൌത്യവുമായി ദിലീപിന്റെ കാര്യസ്ഥൻ കളത്തിലിറങ്ങുന്നു. നവാഗതനായ തോംസൺ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ഉദയകൃഷ്ണ CBK തോമസ് ടീമാണ് തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. മലയാളിയുടെ ജനപ്രിയ നായകനായ ദിലീപിന്റെ 100ാമത്തെ ചിത്രം കൂടിയാണ് കാര്യസ്ഥൻ. വർഷം നിറഞ്ഞ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളോടും പേരക്കുട്ടികളോടൊപ്പം നീയും നിന്റെ കുടുംബവും വന്നപ്പോഴാണ് എന്റെ ശക്തിക്ക് ഒരു പൂർണ്ണത വന്നത്. കൃഷ്ണനുണ്ണി എന്ന കാര്യസ്ഥന്റെ വേഷമാണ് സിനിമയിൽ ദിലീപ് അവതരിപ്പിക്കുന്നത്. 2 കുടുംബങ്ങളുടെ കഥ പറയുന്ന ചിത്രം ഒരു മുഴുനീള കോമഡി ചിത്രമാണ്. ഒന്നാണെല്ലാരും ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്, എന്നുമെന്നും പൂക്കണി വിടരും വീടാണീ വീട്. ദിലീപിന്റെ ജനപ്രിയ മാൻഡ്രസങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും ചിത്രം. അതുകൊണ്ട് തന്നെ കൃഷ്ണനുണ്ണി എന്ന കഥാപാത്രം ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ, തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളിപാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. പുതുമുഖം അഖിലയാണ് ചിത്രത്തിലെ നായിക. കേരളത്തിലെ പ്രമുഖ നായികമാരുടെ അരങ്ങേറ്റമെല്ലാം ദിലീപിനോടൊപ്പമായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഉദയകൃഷ്ണ CBK തോമസ് ദിലീപ് കൂട്ടുകെട്ടിൽ ഇതിനോടകം തന്നെ നിരവധി ഹിറ്റുകൾ മലയാളത്തിന് നൽകിയിട്ടുണ്ട്. P. സുകുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. ബേനി ഇഗ്നീഷ്യസിന്റേതാണ് സംഗീതം. ആൻഡ് മെഗാ മീഡിയയുടെ ബാനറിൽ നിത ആന്റുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ആശംസാ ഗാനം എന്ന നിലയിൽ ദിലീപിനോടൊപ്പം ടെലിവിഷൻ താരങ്ങളും ഗായകരും ഒത്തുചേർന്നുള്ള ഗാനരംഗം ഏറെ ശ്രദ്ധേയമാണ്. കൾച്ചർ ഡെസ്ക്, ഇന്ത്യ വിഷൻ.